ഞാൻ ആക്ച്വലി ഈ സീരിയലിന്റെ ഓഫർ വന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച ചേട്ടാ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറാണോ എന്നാ എനിക്ക് വേണ്ട. സുരഭിയുടെ പ്രൊഫഷനും ഇത് തന്നെയാണല്ലോ, വളരെ. പിന്നെ എങ്ങനെ ബോൾഡ് ആവാതിരിക്കും? അഡ്വക്കേറ്റ് ആണ്. അതിൽ നമുക്ക് പിടിച്ചു നിൽക്കണം. നമ്മൾ ജഡ്ജിന്റെ മുമ്പേ കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് നമ്മളുടെ കേസ് വാദിച്ച് ജയിക്കണമെങ്കിൽ ബോൾഡ് ആയാലേ പറ്റുള്ളൂ. പ്രൊജക്ടിന്റെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ എന്നെ കാസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഫൈനലായിട്ട് ഒരു മെയിൻ പ്രൊജക്ടിന്റെ എല്ലാം ഫൈനലായിട്ട് അവസാന സമയത്ത് വിളിച്ചിട്ട് അയ്യോ ആ കാസ്റ്റിംഗ് ഒന്നും മാറിയിട്ടുണ്ട്, അങ്ങനെ തകർന്നിരിക്കുന്ന സമയത്താണ് ശരിക്കും ഇതിന്റെ ഓഡീഷൻ ഈ ഓഡീഷൻ വരുന്ന. ശരിക്കും അതിന്റെ ഞങ്ങള് ട്രാക്ക് പാടിയ വേർഷൻ കേട്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ചുമ്മാ പാടിയത്. അപ്പൊ കേട്ടു, നല്ല പാട്ട്. അത് കഴിഞ്ഞിട്ട് ചിത്രാമയം പാടിയ സാധനം ആദ്യമായിട്ട് ശരിക്കും നമുക്ക് രോമൊക്കെ എഴുന്നേറ്റിരിക്കാന്നല്ല, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. എനിക്ക് ഷൂട്ടിൻ്റെ ഇടയിൽ വയ്യാണ്ടായി, ഒരു BP ലോ ആയിട്ട് തന്നെ അഡ്മിറ്റ് ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ. ആദ്യം എൻ്റെ വീട്ടുകാർ പറഞ്ഞത് ദൃഷ്ടിയായിരിക്കും, ദൃഷ്ടി. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ വേദ വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യും, നിനക്കൊന്ന് പൊയ്ക്കൂടെ അത് ഇത്. എന്നിട്ട് ഇവളെ എൻ്റെ അടുത്ത് പറയും നിനക്ക് ആവശ്യത്തിന് ഉയരവില്ല, അതിനനുസരിച്ചിട്ടില്ല വിവരവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ പറഞ്ഞ് പോവും. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊക്കെ പോയിട്ട് റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചെറിയൊരു ചിരി അങ്ങ് ചിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ആളുകൾ കുറെ പേര് മെസ്സേജ് ശരിക്കും എന്തിനാ ചിരിച്ചത്. അടുത്തിടയിൽ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടല്ലോ അവളെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. തുടങ്ങി വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ഈ സീരിയല്, എന്നാൽ ഭയങ്കര ടോപ്പ് റേറ്റിംഗിൽ വന്നിരിക്കുന്നു. ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ രണ്ടുപേരെ. വേദേ വിക്രം എന്ന് പറഞ്ഞ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്, തുടങ്ങി ഇത്രയും ഒരു 2.5-3 മാസമായിട്ട് പോലും നിങ്ങൾക്ക് ഇതുവരേക്കും ഒരു നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് വന്നിട്ടില്ല. എപ്പോഴും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പോണു. അത് ഭയങ്കര ഒരു എന്താ പറയാ ഇഷ്ടം തോന്നി അത് കണ്ടപ്പോ. ഒരു വേറിട്ട ഒരു ഫീൽ തന്നെ. അത് നമ്മൾ ഈ സീരിയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഇതിന്റെ ഒരു പൈലറ്റും മോക്ക് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇത് ടെലികാസ്റ്റിന്റെ മുമ്പുള്ള സമയത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. നമ്മള് അതായത് ഓഡിയൻസ് ഞങ്ങളെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇവർക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല. നമ്മൾ പല കമന്റ് ബോക്സുകളും കണ്ടിട്ടുണ്ട്, ഇവനൊക്കെ എന്തിനാ കൊണ്ടുവന്ന ഇത് ഭയങ്കര നെഗറ്റീവ്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ കമന്റ് ബോക്സ് നോക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നിരുന്ന ആളുകളാണ്. പക്ഷെ അത് നമ്മളെ ഞെട്ടിച്ച് ശരിക്കും. ഫസ്റ്റ് എപ്പിസോഡ് തൊട്ടേ നമ്മള് പ്രിപ്പയർഡ് ആയിരുന്നു നെഗറ്റീവ് കമന്റ്സ് കുറച്ചെങ്കിലും. അതിന്റെ വിഷമായിരിക്കും. നമ്മള് തന്നെ ഷോക്ക്ഡ് ആയി പോയി സത്യം പറഞ്ഞാല്. പിന്നെ നമ്മൾ ഈ സീരിയലിൽ കുറെ ഡിഫറെന്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്യുന്ന രീതി ആയാലും നമ്മുടെ ഡ്രസ്സിംഗ് ആയാലും മേക്കപ്പ് ആയാലും എല്ലാത്തിലും കുറച്ച് ഒരു സീരിയലിൽ നിന്നും വ്യത്യാസം. അതെ, അപ്പൊ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ബിക്കോസ് ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയൽസിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തത് ഇത്. അപ്പൊ അതിനി അക്സെപ്റ്റ് ചെയ്യോ അതോ ഇതേതാണ് ഇത് എന്ത് സീരിയൽ എന്ന് പറയോ? മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഇറങ്ങുന്നവരെ, ഇത് എങ്ങനെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ നമ്മള് ട്രൈ ചെയ്തതൊന്നും ഫെയിൽ ആയില്ല എന്ന് പറഞ്ഞപ്പോ ഒത്തിരി സന്തോഷം. ട്രെൻഡിങ് ആയി, എല്ലാ പ്രൊമോയും ട്രെൻഡിങ് ആവാൻ മനസ്സിലായി. ഓക്കെ, ഇനി പിന്നെ അതിനുള്ള പണി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെല്ലാരും, ഇതിന്റെ ബാക്കി മേക്കേഴ്സും എല്ലാരും, പിന്നെ പ്രൊഡ്യൂസർ ആണെങ്കിലും എല്ലാരും. അതിന് ഭയങ്കര ഒരു ടീം വർക്ക് തന്നെ ആയിരുന്നു. അത് ആ റിസൾട്ടാണ് ശരിക്കും അതിൽ കാണുന്നത്. എല്ലാരും പറഞ്ഞു ഭയങ്കര തുടങ്ങിയിട്ട് 3-4 മാസല്ലേ, 80 എപ്പിസോഡ് 85 എപ്പിസോഡ് കഴിഞ്ഞു. അപ്പൊ ഇതിനകത്ത് എങ്ങനെയാ അവസാനം വേദ വിക്രത്തിനെ നന്നാക്കി എടുക്കൂ? അങ്ങനെ നോക്കാം, കാത്തിരുന്ന് കാണാം. അതെ, കാത്തിരുന്ന് കാണാം. അതാണ് എക്സ്പെക്ടേഷൻ. എല്ലാരും പറയാണ് വേദ കൂടെ ഉണ്ടെങ്കിൽ വിക്രം ശരിയായിക്കോളും, വേദ ശരിയാക്കി എടുത്തോളും എന്നാണ് എല്ലാവരുടെയും ഒരു വിശ്വാസം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അല്ല, ഈ വിക്രത്തിന് അച്ഛനായിട്ട് ഒരു രീതിയിൽ സെറ്റ് ആവൂല. അതെന്തത്? അത് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു മെയിൻ കോർ സാധനമാണ്. അച്ഛനും മോനും കൂടിയിട്ട് എന്തോ ഒരു വെച്ചിരിക്കുകയാണ്. അത് റിവീൽ ചെയ്യും. അതെന്താ എന്തോ ഒരു പ്രശ്നം ഇവരുടെ
ഒരു കോൾഡ് വാർ നടക്കുന്നുണ്ട് ഇവരുടെ ഇടയിൽ. അത് വേദയ്ക്കും അറിയില്ല എന്താന്ന്. അത് അറിയാനുള്ള കുറെ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അതാരും ഇത് ആ സമയം എല്ലാവരും അതിനെക്കുറിച്ച് ആലോചിക്കണ്ട, അത് വിട്, ഞങ്ങൾക്ക് ആർക്കും ഓർക്കാൻ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവരുടെ ഇടയിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിലാണ് ശരിക്കും മനസ്സിലായി, അതിന്റെ പേരിലായിരിക്കും വിക്രം ഈ ഒരു ഫേക്ക് ഫേസിൽ നടക്കുന്നുണ്ട്. അത് വീട്ടിലത് സംസാരിക്കാത്ത ഒരു വിഷയമാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാമെങ്കിലും അത് ഒരിക്കലും ഡിസ്കസ് ചെയ്യാത്ത, അതിങ്ങനെ മൂടി വെച്ച് മറക്കാൻ ശ്രമിക്കുന്ന ഒരു സംഭവമായിട്ടാണ്. പക്ഷെ ഈ വീട്ടിലുള്ള എല്ലാവരും അത് മൂടി വെച്ച് ഇങ്ങനെ വെക്കുമ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന വേദയ്ക്ക് അത് എങ്ങനെയെങ്കിലും തുറന്നുള്ള ഒരു ത്വര വേദയ്ക്ക് കുറച്ച് മനസ്സിലായി വിക്രം ഇങ്ങനെ ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ, ബിക്കോസ് ഒരു ടോപ്പ് സ്റ്റുഡന്റ് ആയിരുന്നു, ടോപ്പ് പെർഫോമർ, കാര്യങ്ങളും ഒക്കെ അതൊക്കെ നമ്മൾ സീരിയലിൽ കാണുന്നുണ്ട്. അപ്പം ആൾക്കും എന്തൊക്കെയും മനസ്സിലായി ഇങ്ങനെ ആയിത്തീരാൻ ഒരു കാരണമുണ്ട്. അത് അറിഞ്ഞാൽ ചിലപ്പോഴൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും, അത് ചിലപ്പോഴൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞ് ആള് ശ്രമിക്കുന്നുണ്ട്. ബട്ട് ആരും തുറന്നു പറയുന്നില്ല, അതുകൊണ്ട് പിടികിട്ടുന്നില്ല. അച്ഛനും മകനും അമ്മയും എല്ലാരും മൊത്തത്തിലൊരു ഡ്രാമയാണ്. പക്ഷെ ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴേ നമ്മുടെ പൊതുവെ നമ്മളിപ്പോ സീരിയലിലൊക്കെ, നമ്മുടെ മലയാളം സീരിയലിൽ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു സ്റ്റിഗ്മ ഇതുണ്ട്. അതായത് ഫീമെയിൽ ഹീറോയിൻ എന്ന് പറയുന്ന കഥാപാത്രം കുറച്ച് വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ്, ഒന്നെങ്കിൽ ദുഃഖപുത്രിയാണ്, ഒരുപാട് അങ്ങനെ ലൗഡായിട്ട് ഒന്നും സംസാരിക്കില്ല, പതിവ് ഹസ്ബൻഡിനെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇത്ര ബോൾഡ് ആയിട്ടൊന്നും നിൽക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. അറ്റ് ദ സെയിം ടൈം അങ്ങനത്തെ കഥാപാത്രം ഉണ്ടെങ്കിൽ അത് വില്ലൻ ആ ഒരു ലെവലിലേക്ക് ചെയ്യുന്നവരാണ് ഇത്ര ബോൾഡ് ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു സീരിയൽ ഇങ്ങനെ അപ്രോച്ച് ചെയ്തപ്പം ശരിക്കും സുരഭിക്ക് ഇത്തരത്തിലുള്ളൊരു ക്യാരക്ടർ ഞാൻ ചെയ്താൽ അത് എപ്പോഴും എനിക്കതൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്ട് ഉണ്ടാക്കുമോ, ഇത്ര ബോൾഡ് ആയിട്ടും കുറച്ച് വളരെ സ്ട്രോങ് ലേഡി ആയിട്ടല്ലേ പോർട്രേ ചെയ്യണത്, അപ്പൊ അതൊരു നെഗറ്റീവ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുമോ, ആൾക്കാരുടെ ഇഷ്ടം പോവോ, അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അത് ഞാൻ ആക്ച്വലി ഈ സീരിയലിന്റെ ഓഫർ വന്നപ്പോ ഞാൻ ആദ്യം ചോദിച്ച, ചേട്ടാ കരഞ്ഞോണ്ടിരിക്കുന്ന ക്യാരക്ടറാണോ എന്നാ എനിക്ക് വേണ്ട. ബിക്കോസ് ഞാൻ ഒരിക്കലും ഞാൻ ട്രൈ ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ടിരിക്കാനാണ്. ഓക്കെ, ഞാൻ കണ്ടു വളർന്നതും അങ്ങനെയാണ്. എൻ്റെ അമ്മ ഭയങ്കര സ്ട്രോങ് ആണ്, എൻ്റെ അമ്മൂമ്മ ഭയങ്കര. എനിക്ക് അങ്ങനെ സ്ത്രീകൾ പൊതുവെ വീക്കായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, എപ്പോഴും സ്ട്രോങ് ആണ്. അവര് ഫാമിലിക്ക് വേണ്ടി സ്ട്രോങ് ആണ്, അവരുടെ കുട്ടികൾക്ക് വേണ്ടി സ്ട്രോങ് ആണ്. സോ അങ്ങനെ അപ്പോ സീരിയൽസിൽ അങ്ങനെ വീക്കായിട്ട് പോർട്രേ ചെയ്യുമ്പോ എനിക്ക് തന്നെ ചിലപ്പോഴൊക്കെ തോന്നും, എന്തിനാ അങ്ങനെ, ആരാ അങ്ങനെ ഉള്ളേ? ബിക്കോസ് അത് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, ബട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ കുട്ടികളൊക്കെ ഒരുവിധം സ്ട്രോങ് ആണ്. സോ എനിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ബിക്കോസ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സീരിയൽ ആയാലും സിനിമയായാലും അത് ഒരു എക്സ്റ്റെന്റ് വരെ ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പറ്റും, അത് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ വൈ നോട്ട് പോർട്രേ എ പോസിറ്റീവ് ക്യാരക്ടർ? അങ്ങനെയെങ്കിലും കുറച്ച് കുട്ടികൾ ഇൻസ്പയർ ആവട്ടെ, അങ്ങനെയെങ്കിലും കുറച്ച് കുട്ടികൾ മനസ്സിലാക്കട്ടെ, ഓക്കെ ബോൾഡ് ആയാലും പ്രശ്നമൊന്നുമില്ല, സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നത് നല്ലതാണ് എന്ന്. സോ അതേ ഞാൻ ആലോചിച്ചു. ഞാൻ ഈ ക്യാരക്ടർ ഉൾട്ട കരയുന്ന ടൈപ്പ് ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്യില്ലായിരുന്നു. ഓക്കെ, ആൻഡ് സുരഭിയുടെ പ്രൊഫഷനും ഇത് തന്നെയാണല്ലോ, വളരെ. പിന്നെ എങ്ങനെ ബോൾഡ് ആവാതിരിക്കും? അഡ്വക്കേറ്റ് ആണ്, ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ പോലും അഡ്വക്കേറ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും കുറച്ചും കൂടെ ബോൾഡ് ആയിരിക്കും അല്ലേ? അതെ, ഞാൻ 4 വർഷം പ്രാക്ടീസ് ചെയ്താ ചേച്ചി. അപ്പൊ അവിടെയും ഞാൻ ബോൾഡ് അല്ലാത്ത ലോയേഴ്സേ ഇല്ല, ലേഡി ലോയേഴ്സേ ഇല്ല. ഒന്നാമത് ഭയങ്കര കുറച്ച് മെയിൽ ഡോമിനേഷൻ ഉള്ള പ്രൊഫഷനാണ്. അതിൽ നമുക്ക് പിടിച്ചു നിൽക്കണം. നമ്മൾ ജഡ്ജിന്റെ മുമ്പേ കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് നമ്മളുടെ കേസ് വാദിച്ച് ജയിക്കണമെങ്കിൽ ബോൾഡ് ആയാലേ പറ്റുള്ളൂ. സോ അതാണ്. അപ്പൊ ഞാൻ കണ്ടു വളർന്നത് അങ്ങനെയാണ്. എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. എൻ്റെ അമ്മ ബോൾഡ് ആയിരുന്നില്ലെങ്കിൽ 2 കുട്ടികളെയും കൊണ്ട് തനിച്ച് ജീവിക്കാൻ പറ്റില്ല. അച്ഛൻ വേറെ പോസ്റ്റിംഗ് നിൽക്കുമ്പോൾ അമ്മയും നമ്മൾ മാത്രം താമസിച്ച കുറേ സ്റ്റേഷൻസ് ഉണ്ട്, കുറേ വർഷങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. അമ്മ ബോൾഡ് ആയിരുന്നില്ലെങ്കിൽ, ഇങ്ങനെ ഭയങ്കര പേടിച്ചിരിക്കുന്നതായിരുന്നെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അച്ഛന് ആർമി വിട്ടു വരേണ്ടി വന്നേനെ. സോ എനിക്ക് തോന്നുന്നു സിറ്റുവേഷൻ എന്താണോ ലേഡീസ് ആ സിറ്റുവേഷനിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ബോൾഡ് ആവും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഒറിജിനൽ ക്യാരക്ടർ അങ്ങനെ തന്നെയാണ്. സോ ഈ ക്യാരക്ടറിലേക്ക് ആവാനായിട്ട് സുരഭിയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടോ അല്ലെ? വലിയ കൊറേയൊക്കെ എന്റെ എനിക്ക് ഇങ്ങനെ ഭക്തിയില്ല എന്ന് വെച്ചാല് ഒരാള് താലി കെട്ടിയാൽ ഞാൻ ആ ചേട്ടാ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ താലി കെട്ടിയോണ്ട് ഞാൻ വരാൻ ചേട്ടനോട് അങ്ങനെയില്ല. ഭക്തിയുണ്ട്, പക്ഷെ അല്ലാത്ത രീതിയിൽ ബോൾഡ്നെസ്, ഇപ്പൊ പറയുന്ന കാര്യം സ്ട്രോങ് ആയിട്ട് പറയാനുള്ള ധൈര്യം,
അതൊക്കെ വേദേനെ പോലെ തന്നെയാണ്. തന്നെയാണ്. ഓക്കെ. അതേപോലെ തന്നെ സുരഭിക്ക് ഇഷ്ടമുള്ള ഒരു പേരാണ് വിക്രം എന്നുള്ളതും. അപ്പൂപ്പന്റെ പേര് വിക്രം എന്നല്ലേ? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇത്ര നാളായിട്ടത് അറിഞ്ഞിട്ടില്ലേ? അപ്പൊ പറഞ്ഞിട്ടില്ല. വേറൊരു ഇൻസിഡന്റ് കൂടി ഉണ്ട്. എന്റെ സ്വന്തം ചേച്ചിയുടെ മോളുടെ പേര് വേദാശങ്കർ എന്നാ. വേദാശങ്കർ നാരായണ. ഇത് ഈ ക്യാരക്ടറിന്റെ പേരാ. അതാണ്. പക്ഷെ അത് ഇതുവരെ പറഞ്ഞില്ലേ മുത്തശ്ശന്റെ പേരും വിക്രം അടുത്ത് പറഞ്ഞിട്ടില്ല. മുത്തശ്ശൻ പട്ടാളത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അച്ഛനല്ലേ പട്ടാളത്തില്? അല്ല, എന്റെ ഫുൾ ഫാമിലി പട്ടാളക്കാരാ. അപ്പൊ പട്ടാളക്കാരന്റെ പേര് വിക്രമനായിരുന്നു. വിക്രമൻ. അതെ, എനിക്ക് കത്തിയില്ല ആക്ച്വലി. ആണ്. ഓക്കെ. ഇപ്പൊ ഈ ഒരു സീരിയലില് നമ്മൾ വേറിട്ട ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് പവിത്രത്തിലൂടെ കാണുന്നത്. അത് തന്നെ ആയിരിക്കാം ഒരു പക്ഷെ പവിത്രം ഇത്രയും ചെറിയ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ വളരെ ക്ലിക്ക് ആവാൻ കാരണം, എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കാരണം. ദുഃഖപുത്രീനെ നമ്മൾ കാണുന്നില്ല, വേറിട്ടൊരു കഥ, വേറെ രീതിയിൽ ഇത് നിങ്ങൾ അത് ചെയ്തുകൊണ്ട് പോകുന്നു. ഇപ്പോൾ ഇതിനകത്ത് പക്ഷെ പറയുന്ന ഒരു സബ്ജക്ട് താലിനെ കുറിച്ച് തന്നെ ബേസ് ചെയ്തിട്ടാണല്ലോ ത്രൂ ഔട്ട് ദ സ്റ്റോറി പോണത്. താലിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു താലി ദേശത്തിന്റെ പുറത്താണെങ്കിലും വിക്രം താലി കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ താലിയിൽ നമ്മൾ പണ്ട് മുതലേ പറയുന്നുണ്ട്, അതിന് ഭയങ്കര ഒരു പരിശുദ്ധമായ ഒന്നായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. പവിത്രത, യെസ്, പവിത്രത ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. പവിത്രം എന്നുള്ള പേരും അങ്ങനെ. അതെ, അതാണ്. അങ്ങനെ വന്ന ഒരു ഇപ്പം എന്താ പറയാ, സുരഭിക്ക് കുറച്ചും കൂടെ അവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. സുരഭി ഓൾറെഡി മാരീഡ് ആണ് അല്ലേ? അപ്പൊ ഈ ഒരു കഥയും ഈ ഒരു താലി എടുത്തിട്ട് ഇങ്ങനെ പോണു, ഇതൊക്കെ കൂടെ വന്നപ്പം അത് റിയൽ ലൈഫായിട്ട് സുരഭി തിങ്ക് ചെയ്ത് നോക്കിയില്ലേ? അപ്പൊ അത് എങ്ങനെ തോന്നി? ഇല്ല, ആക്ച്വലി ആൾക്കാർക്ക് സൂപ്പർസ്റ്റിഷൻ എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ്. ഞാനും പറയാറുണ്ട്, അയ്യോ സൂപ്പർസ്റ്റിഷൻ, ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ എവിടെയോ ഉണ്ട്, നമ്മളെ ചെറുതായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട്, എനിക്ക് ഷൂട്ടിന്റെ ഇടയിൽ വയ്യാണ്ടായി, ഒരു BP ലോ ആയിട്ട് തന്നെ അഡ്മിറ്റ് ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ. ആദ്യം എൻ്റെ വീട്ടുകാർ പറഞ്ഞത് ദൃഷ്ടിയായിരിക്കും, ദൃഷ്ടി, കുട്ടീനെ ഒഴിഞ്ഞിടാറുണ്ടോ, ദൃഷ്ടിയായിരിക്കും. നമ്മളത് പിന്നെ നമുക്ക് പെട്ടെന്ന് തോന്നും, ആണോ ഇനി അതാണോ അത്. അപ്പൊ പിന്നെ എൻ്റെ അമ്മ ഒഴിഞ്ഞിട്ടു, ഞാൻ അതിന് നിന്നും കൊടുത്തു. ബിക്കോസ് നമുക്ക് ആ ടെൻഷൻ വരും, എങ്ങാനും ഇത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ആവോ, ബുദ്ധിമുട്ടാവോ, ആ രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു ആൾക്കാരുടെ സൂപ്പർസ്റ്റിഷന്റെ ലെവൽസ് ഓരോന്നായിട്ട് പോകും. അപ്പൊ ഈ കുട്ടിക്ക് കുറച്ച് കൂടുതലാണത്. അതും സീരിയലിൽ തുടങ്ങുന്ന അതാ, ഒരു ദിവസം തുലാമാസത്തിലെ ഒരു വെള്ളിയാഴ്ച ഈ അമ്പലത്തിൽ വെച്ചിട്ട് ഇങ്ങനെ താലി കെട്ടിയാൽ അത് വലിയ കാര്യമാണ്, അത് ദൈവം നിശ്ചയിച്ച കല്യാണമാണ്, അങ്ങനെയാണ്. അപ്പോ ഇത് ദേശത്തിലായാലും നടന്നു, ആ താലികെട്ട് നടന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിന് രണ്ട് വശങ്ങളും പറയുന്നുണ്ട് ഇതിൽ. അതായത് ഒരു വിഭാഗം ഭയങ്കര വിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്നുള്ള ഒരു ലെവലിലോട്ട് പോകുമ്പോ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേറൊരു ക്യാരക്ടേഴ്സും കൂടി ഇതിൽ അങ്ങനെയാണ് പോകുന്നത്. ബാലൻസ് ചെയ്തിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഗിരീഷേട്ട എഴുതിയേക്കുന്നത്. അതായത് ഭയങ്കര എല്ലാവരും ഭയങ്കര അന്ധവിശ്വാസികൾ എന്നുള്ള രീതിയിലല്ല, ഇതൊക്കെ മനുഷ്യന്റെ നല്ല ജീവിതത്തിന് വേണ്ടി ഉണ്ടാക്കിയുള്ള കഥകളൊക്കെയാണ്. ഇതിന് ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ, റിയാലിറ്റി ഇതുണ്ട്, ഇതിന് സയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസ്ഡ് ആണ്, ഭയങ്കര ബാലൻസ്ഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ വേദ എന്ന് പറയുന്ന ആള് താലി എന്നുള്ളതിന്റെ പേരിൽ മാത്രമല്ല അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ടുള്ളത്. അത് ഈ സീരിയലിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ വിക്രം എന്നുള്ള ക്യാരക്ടറിനെ ഇവർ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും, അച്ഛനും ചേട്ടനും കൂടിയിട്ട്. അത് പുള്ളിക്കാരി കേട്ടിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. ഒരു എൻറ്റയർ എപ്പിസോഡ് ഉണ്ട് അത്. ആക്ച്വലി കല്യാണം കഴിഞ്ഞ രാത്രി, ഈ താലികെട്ട് നടന്ന രാത്രി ഞാൻ ഉറങ്ങുമ്പോ എനിക്ക് തെയ്യം അതിന്റെ ഒരു സ്വപ്നം വരും. അപ്പൊ ഞാൻ ഇങ്ങനെ എണീക്കുമ്പോ ആ ഫിഗർ ഇങ്ങനെ നടന്നു പോകും. ഞാൻ ഫോളോ ചെയ്ത് പോകുമ്പോ കേൾക്കുന്നതാണ് ഈ അച്ഛൻ എന്റെ ചേട്ടനോട് പറയുന്നത്, എന്റെ മോളെ ഇങ്ങനെയൊക്കെ ചെയ്ത ഒരാൾ ഇനി ഈ ലോകത്ത് തന്നെ ഉണ്ടാവേണ്ട ആവശ്യമില്ല. പോലീസിന്റെ അടുത്ത് പറയൂ, എന്തെങ്കിലും ഫേക്ക് എൻകൗണ്ടറിൽ അദ്ദേഹത്തിനെ അങ്ങനെ കൊണ്ടുവരും. അപ്പോ തീരുമാനം എടുക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ ജീവൻ കൂടെ രക്ഷിക്കാൻ വേണ്ടി. തെയ്യം അത് ഇത് എല്ലാം കണക്റ്റഡ് ആയപ്പോ ആ കുട്ടിക്ക് തോന്നി ദൈവമായിട്ട് ഈ ഇപ്പൊ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ എണീച്ച് വന്ന് ഇത് കേൾക്കുക. അപ്പൊ എല്ലാം ഒരു ദൈവിക കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ കുട്ടി അങ്ങനെ തീരുമാനിക്കണേയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ മനസ്സിലാവുന്ന കാര്യം, ആക്ച്വലി ആള് നല്ലൊരു ഹ്യൂമൻ ബീയിങ്ങും കൂടി ആണ്. അതുകൊണ്ട്
അങ്ങനെ ആ വീട്ടിൽ നിൽക്കുന്നതാണ്, ഓക്കെ തീരുമാനിക്കുകയാണ് ഞാനായിട്ട് ഇദ്ദേഹത്തിന്റെ ലൈഫിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഓക്കെ ആവാം. അതേപോലെ തന്നെ ആ വീട്ടില് മൊത്തത്തിൽ ഇപ്പൊ എന്താ സ്ക്രിപ്റ്റിൽ തന്നെ ഒരു ഡയലോഗ് തോന്നുന്നു, ഇത് വയറിംഗ് ഒക്കെ കഴിഞ്ഞൊരു വീട്ടില് പക്ഷെ കറണ്ട് ഇല്ല, അപ്പൊ അവിടെ വെളിച്ചം കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ് വേദ. ശരിക്കും കുറെ പ്രശ്നങ്ങളുള്ള ഒരു വീടാണ്, അവിടേക്ക് ഒരു പ്രകാശം പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു ആ ക്യാരക്ടറാണ്. ഫാമിലിക്ക് മൊത്തത്തിലും ഓരോ ക്യാരക്ടേഴ്സിന് ഇൻഡിവിജ്വലിയും പ്രോബ്ലംസ് ഉണ്ട്. ചേട്ടത്തിന് അതിൻ്റെതായ പ്രോബ്ലം ഉണ്ട്, ഈ ചേട്ടന് അതിൻ്റെതായ അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. വിക്രം അതൊക്കെ ഒന്നൊന്നായിട്ട് വേണ്ട ഒരു സൊല്യൂഷൻ ആയിട്ടാണ്. അങ്ങനെ ഒരു സാധനമാണ്, അത് നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്ക് പല പ്രശ്നം നമുക്ക് പറയാനും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ആളുണ്ടാവും. അങ്ങനെ ക്യാരക്ടറാണ് ശരിക്കും ഇതില് വേദ. നമ്മുടെ ലൈഫിൽ വരുന്ന ഒരു പേർപ്പസ് വെച്ചിട്ടായിരിക്കില്ലേ ചേച്ചി, കുറച്ച് നാള് വന്നിട്ട് പോവും, പിന്നെ അവരോട് ടച്ച് പോലും കാണില്ല, പക്ഷെ അവരാ വന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടായ ചേഞ്ചസ് ഭയങ്കരമായിട്ട് ചിലർ നമ്മളെ ഒരു ചെറിയ സമയത്താണെങ്കിൽ പോലും നമ്മളെ വല്ലാണ്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യാം അല്ലേ. അപ്പം ഓക്കെ, അങ്ങനത്തെ കുറെ നല്ല മാറ്റങ്ങൾ ഈ ഒരു വേദിയിലൂടെ നിങ്ങളുടെ ഫാമിലിയിലേക്ക് എത്തട്ടെ, വരുന്നുണ്ട്. നമ്മൾ പിന്നെ വിക്രത്തിന്റെ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞില്ലേ, സിനിമകളിൽ നിന്ന് നമ്മൾ ഒരുപാട് ഇതുപോലെ ഹീറോ ഫൈറ്റ് ചെയ്യുന്നതും ആക്ഷൻ ഹീറോ മാസ് ഫൈറ്റും ഇതൊക്കെ നമ്മൾ സിനിമയിൽ മാത്രമാണ് ഞങ്ങൾ കണ്ട് ശീലിച്ചിരിക്കുന്നത്. ഇപ്പൊ സീരിയലിലും അങ്ങനെ ഒരു ആക്ഷൻ ഹീറോ വന്നിരിക്കുകയാണ് വിക്രത്തിലൂടെ. വിക്രത്തിന് അങ്ങനെ എല്ലാവർക്കും വിക്രത്തിന്റെ ഫൈറ്റും സീനും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും വേദയ്ക്ക് വിക്രത്തിന്റെ ഈ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണോ? ഞാൻ കണ്ടിട്ടുണ്ട് ഇവര് ഷൂട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാല് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് മീൻസ് അത്രയ്ക്കും എഫേർട്ട് എടുത്ത് ഇത് വെറുതെ ഒരു 200 സ്ക്വയർ ഫുട്ട് ഗോഡൌണിൽ വെച്ചിട്ട് നടക്കുന്നതല്ല. ഇദ്ദേഹത്തിന്റെ ഇൻട്രൊഡക്ഷൻ സീൻ റോഡിൽ വെച്ചിട്ടായിരുന്നു. റോഡിൽ നിന്ന് ഓടി ബസ്സിൽ കയറി, ബസ്സിൽ ഫൈറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിന്റെ ടെറസിൽ ഓടിക്കൊണ്ടിരിക്കും, നമ്മൾ ഫോളോ ചെയ്ത് ഡോറ് തുറന്ന് അതിൽ കയറുന്ന കുറച്ച് ഞാൻ 2-3 പ്രാവശ്യം സുരഭിക്കറിയാം. എന്റെ ഇവിടെയും ഇഞ്ചുറി വന്നിട്ടുണ്ടോ? പിന്നെ ഒരുപാട്. കാരണം അതുമല്ല, അത് കഴിഞ്ഞ അടുത്ത ദിവസം ഷൂട്ടും ഉണ്ട്. അപ്പൊ ഈ ഫുൾ ശരീരവേദന കൊണ്ടാണ് അടുത്ത ദിവസം ഷൂട്ടിന് വരുന്നത്. നമ്മുടെ മാഫിയ ശശി സാറിന്റെ അസോസിയേറ്റ് ആയിരുന്നു ഇതില് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 ദിവസം, അനിലേട്ടൻ എന്ന് പറഞ്ഞിട്ട്, അനിൽ മാസ്റ്റർ. അപ്പോ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫൈറ്റ് അത് കറക്റ്റ് ആയിട്ട് കിട്ടണം. ഒരു പ്രാവശ്യം കിട്ടിയാൽ മതി, പക്ഷെ അത് വളരെ സിൻസിയർ ആയിട്ട് ചെയ്യണം. ഇപ്പൊ മറിയാണെങ്കിലും ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ആളല്ല ഫൈറ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഓപ്പോസിറ്റുള്ള ആളുകളും എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരുന്നില്ല നമ്മുടെ സീരിയൽ. ഇപ്പൊ സീരിയൽ നമുക്ക് സിനിമയുടെ പോലെ തന്നെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ടൈമിങ് അപ്പൊ അതൊക്കെ പഠിക്കാൻ പറ്റി. ഇപ്പൊ സെക്കൻഡ് ഫൈറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഒരു റൺ രവി ആയിരുന്നു സെക്കൻഡ് ഫൈറ്റ് ചെയ്ത്, തമിഴ് റൺ സിനിമയിലൊക്കെ ഫൈറ്റ് ചെയ്ത് പുള്ളിക്കാരനായിരുന്നു സെക്കൻഡ് ഫൈറ്റ് ചെയ്ത്. അതിന് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ഫൈറ്റ്. ആ പാട്ട് ഏതൊരു മഴ, ആ പാട്ടിന്റെ സ്ലോ മോഷൻസൊക്കെ വെച്ചിട്ട്. പക്ഷേ റിയൽ ലൈഫില് ശ്രീകാന്ത് ഇത്രയ്ക്കൊന്നും ഫൈറ്റ് ചെയ്യുന്നൊന്നും അല്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, തൃശ്ശൂർ വെച്ചിട്ട് ഫ്രണ്ട്സും ആയിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടയിലേക്ക് വന്ന് കയറി ഒരു ചെറിയൊരു സ്റ്റണ്ട് സീനൊക്കെ ഒരു ചെറുതായിട്ടെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുറച്ച് ചട്ടമ്പിത്തരൊക്കെ അറിയാം. മറ്റേ കോളേജിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ അങ്ങനെ ചെറിയ അടിപിടി പരിപാടി ഉണ്ടായിട്ടുണ്ട്. കിട്ടുകയാണോ കൊടുക്കലായിരുന്നോ? രണ്ടും ഉണ്ടായിട്ടുണ്ട്. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കൽ വാങ്ങാ, അതാണല്ലോ അതിന്റെ ലൈൻ എന്ന് പറഞ്ഞത്. എനിക്ക് കിട്ടിയെന്ന് എനിക്ക് ഉറപ്പായിട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോ അല്ലാണ്ട് നമ്മള് ഒരു സ്കൂളൊക്കെ കഴിയാറായപ്പോഴേക്കും നമ്മള് തിയേറ്റർ നാടകം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തിയേറ്റർ ബന്ധപ്പെട്ട് പിന്നെ നമ്മള് ആർട്ടുമായിട്ടും കലയായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള പണം. പിന്നെ നമുക്ക് അതിനൊന്നും സമയമില്ല, നമ്മൾ ഇതാണല്ലോ നമ്മുടെ. പിന്നെ ഇതിലാണ് ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ വരുന്നത് ചെയ്യുന്നതും. അപ്പൊ ഇതിനകത്ത് ഇപ്പം ഇഞ്ചുറീസ് ഒക്കെ വരുന്നുണ്ട് ഓരോന്ന്. നിങ്ങൾ ഇതൊക്കെ നമ്മൾ ബാക്കിയെല്ലാം പോലെ അല്ലല്ലോ, ഇത് കുറച്ചും കൂടെ നിങ്ങൾ വെൽ പ്രാക്ടീസ് ചെയ്യും. ആക്ഷൻ സീക്വൻസിന് നിങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങും റിഹേഴ്സൽസും അതൊക്കെ നിങ്ങൾ എടുത്തിട്ടല്ലേ നിങ്ങൾ അത് ചെയ്യുക? അതായത് നമ്മള് സീരിയൽസിന് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ശരിക്കും സിനിമയുടെ പോലത്തെ അത്രയും ടൈം നമുക്കില്ല, ഉണ്ടാവില്ല. കാരണം അതിന് ബഡ്ജറ്റ് അത്രേ ഉള്ളൂ. അതിന്റെ ബഡ്ജറ്റ് ഇപ്പൊ സിനിമയിൽ ഒരു ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 4 ദിവസം കൊണ്ട് 5 ദിവസം ചിലപ്പോൾ എടുക്കും റിഹേഴ്സല്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല. നമുക്ക് ചിലപ്പോ ഒരു ഫുൾ ഫൈറ്റ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ പാട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ഏതോ, ആ ഫൈറ്റ് ശരിക്കും ഒരു രാത്രി ഒരു 10 തൊട്ട് രാവിലെ 5 മണി 6 മണി വരെ അതിൻ്റെ ഉള്ളിൽ അത് തീർന്നു. ആ ഫൈറ്റും പാട്ടും അതിലെ ഡയലോഗ് പോർഷൻസ് ഒക്കെ തീർത്തു. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്.
കുറെ ടൈമൊന്നും കിട്ടില്ല കിട്ടില്ല. നമുക്ക്. മാക്സിമം പ്രാക്ടീസ് ചെയ്യൊന്നുമില്ല, പ്രാക്ടീസേ ഇല്ല. ഇല്ല അല്ലേ, ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് ആണ്. വരുന്നു, അനിൽ മാസ്റ്റർ പറയുന്നു ഇങ്ങനെ വരുന്നു, അപ്പൊ നീ ഇടിക്കുന്നു, ഇതാക്കുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ ഞാൻ പറയും വിചാരിച്ചു നിങ്ങൾക്ക് ഇതിങ്ങനെ ശീലമില്ലാത്ത കാര്യമല്ലേ. അപ്പം ഈ 15 days ആണല്ലോ എപ്പോഴും ഒരു ഷൂട്ടിംഗ് പ്രൊസീജിയർ പോണത്. അത് അതിന്റെ കഴിഞ്ഞിട്ടുള്ള ഉള്ളിലുള്ള സീക്വൻസ്, ഫൈറ്റ് സീക്വൻസ് എല്ലാം ബാക്കി എല്ലാ ബാക്കിയുള്ള 15 days നിങ്ങൾക്ക് ഇതിന്റെ ട്രെയിനിങ് തരും, പ്രാക്ടീസ് ചെയ്യും, അങ്ങനെ ഒന്നുമില്ല. കൊള്ളാലോ, ഇടിക്കാനും എടുക്കുന്നാണല്ലോ. ഇപ്പൊ ലാസ്റ്റ് നടന്ന ഫൈറ്റ് ഒക്കെ നമ്മൾ തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ആണോ? പഠിച്ചു. പഠിച്ചെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും നമ്മൾ തന്നെ ഉള്ള സാധനത്തില് വെച്ചിട്ട് ഓക്കെ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നു. അപ്പൊ ഇനി റിയൽ ലൈഫിലാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് വന്നാൽ നമ്മൾ പഠിച്ചു എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് വേണി നോക്കാം, നോക്കാം. പിന്നെ പവിത്രത്തിന്റെ വേറൊരു ഹൈലൈറ്റ് തോന്നിയിരിക്കുന്നത് ഇതിലെ പാട്ട്. പാട്ട് ഭയങ്കര, ചിത്ര ചേച്ചി പാടിയിരിക്കുന്ന പാട്ട് എന്ത് രസാ കേൾക്കാൻ. പിന്നെ നമ്മുടെ സ്റ്റാർ സിംഗറിലെ കുട്ടികൾ പാടിയിരിക്കുന്ന പാട്ട്, ഇതിനകത്ത് അങ്ങനത്തെ പാട്ടുകളെല്ലാം ഇപ്പൊ ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ പ്ലേ ചെയ്തില്ലേ പാട്ട് ഒക്കെ. നമ്മളൊരു സിനിമയിലെ പാട്ട് നല്ല മെലഡിയൊക്കെ കേൾക്കുമ്പോൾ നമ്മളിരുന്ന് ഇങ്ങനെ ആസ്വദിക്കുന്ന പോലെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിലെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതിന്റെ ഈ പാട്ടുകൾ കേട്ടപ്പോ അത് ഷൂട്ടിൽ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് എങ്ങനെയാ? ഞങ്ങള് ഭയങ്കര, അതായത് ഇതില് ഫസ്റ്റ് ചിത്ര ചേച്ചി പാടിയ പാട്ട് ശ്രീകണ്ഠൻ ആണ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ പുള്ളി ആ പാട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി. ശരിക്കും ആളുകളെ ഈ സീരിയലിലോട്ട് കൊണ്ടുവരാൻ അതൊരു കാരണമായി എന്നുള്ളത് വളരെ, ചിത്രാമേമനെ പോലത്തെ ഒരു സൗണ്ടിൽ അത് കേൾക്കുമ്പോൾ ശരിക്കും അതിന്റെ ഞങ്ങള് ട്രാക്ക് പാടിയ വേർഷൻ കേട്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ചുമ്മാ പാടിയത്. അപ്പൊ കേട്ടു, നല്ല പാട്ട്. അത് കഴിഞ്ഞിട്ട് ചിത്രാമേമൻ പാടിയ സാധനം ആദ്യമായിട്ട് ശരിക്കും നമുക്ക് രോമൊക്കെ എഴുന്നേറ്റിരിക്കാന്നല്ല, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു, ഭയങ്കര ഫീലായിരുന്നു ആ പാട്ട്. പിന്നെ ഇതില് ഇപ്പൊ വെച്ച പാട്ടില്ലേ, അത് ശരിക്കും എന്റെ സുഹൃത്ത് ചെയ്ത പാട്ടാണ്, മ്യൂസിക് ഡയറക്ടർ മിഥുൻ മലയാളം എന്ന് പറഞ്ഞിട്ട്. ഞാനാണ് പുള്ളി, ഇത് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടൊക്കെ നാടകമൊക്കെ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരനാണ് ഈ പാട്ടും വേറൊരു പാട്ടും കൂടെ വന്നിട്ടുണ്ട്, 2 പാട്ടും ചെയ്തിട്ടുള്ളത്. ഓക്കെ. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട് ഇതെല്ലാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പവിത്രം സീരിയലില് നിങ്ങളെ രണ്ടുപേരും എന്താ വഴക്കിടുന്നതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് തീർച്ചയായിട്ടും. പക്ഷെ എപ്പോഴും എല്ലാവരും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്രതീക്ഷിക്കണം എന്താ, എന്നായിരിക്കും ഈ വേദം വിക്രമിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ തിരിച്ച് ആ ഒരു റൊമാൻസ് നിങ്ങളുടെ ഇടയിലുള്ളത്, അത് എപ്പോഴായിരിക്കും നിങ്ങളുടെ ഇടയിൽ ഒരു റൊമാൻസ് ഉണ്ടാവുക? അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ അല്ലേ, വർഷങ്ങൾ കഴിയേണ്ടി വരുമായിരിക്കും. ഉറപ്പായിട്ട് സീരിയലിന്റെ ഒരു പെറ്റാണ് അതാണല്ലോ. ഇപ്പൊ നമുക്ക് ഓഡിയൻസിന് എന്ത് ഇഷ്ടപ്പെടുന്നു ആ ട്രാക്ക് പിടിച്ചിട്ടായിരിക്കും നമ്മളിങ്ങനെ. ബട്ട് അത് നമ്മൾ അങ്ങനെ ഈ എപ്പിസോഡ്സ് കൂട്ടാൻ വേണ്ടി അങ്ങനെ അൺനെസസറി നമ്മൾ ഡ്രാഗ് ചെയ്യുന്നതല്ല. ആ ഒരു സ്റ്റോറി വരുന്ന ഫ്ലോയില് വരും, പക്ഷെ അത് ഓക്കെ ഇവർക്ക് ഇതാണ് ഇഷ്ടം, ഇനി അങ്ങ് കുറെ എപ്പിസോഡ് ഇത് തന്നെ ആവട്ടെ, അങ്ങനെയല്ല. ഇപ്പൊ ഈ കമന്റ് ബോക്സിൽ കുറെ പേര് പറയുന്നത് വലിച്ചു നീട്ടുന്ന കണ്ടന്റുകളില്ല. അപ്പൊ നമ്മുടെ സീരിയലിൽ എപ്പോഴും എപ്പിസോഡ് നോക്കിയാലോ ഈ വീക്ക് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ വീക്ക് അത് തീരും. പല സീരിയൽ സസ്പെൻസ് വെക്കും, മൺഡേ എപ്പിസോഡ് കാണാൻ വേണ്ടി അങ്ങനെ നമ്മളെ പരിപാടിയില്ല. ഇത് ഒരു ഇപ്പൊ വീട്ടിലൊരു ഇഷ്യൂ ഉണ്ടായി, വള മിസ്സിംഗ് ആവുന്ന ഒരു സംഭവം ഉണ്ട്, അതൊരു 2 എപ്പിസോഡ് തീർന്നു. വേറെ സീരിയലുകളാണെങ്കിൽ ചില സീരിയൽ നമ്മൾ കേട്ടില്ല, വള മോഷ്ടിച്ചു, അത് ആരാന്ന് അറിയാൻ ചിലപ്പോ 1 മാസം എടുക്കും അവസാനം. ഇത് അത് ഇതില്ല, ആ സാധനം ഇല്ല, അപ്പൊ ഇനി നിങ്ങൾ ഉടനെ നിങ്ങളുടെ റൊമാൻസ് ഞങ്ങൾ കാണുമോ? അങ്ങനെ പറയാൻ പറ്റില്ല, നമുക്ക് ചിലപ്പോ കണ്ടന്റുകൾ വേറെ കുറെ കാര്യങ്ങൾ. ഈ അടുത്തിടയിൽ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടല്ലോ, അവളെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയാൽ പിന്നെ ഇനി ആര് വന്നാലും വിട്ടുകൊടുക്കില്ല അവളെ എന്നൊക്കെ പറയുന്നുണ്ട്. ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപ്പട്ട് വിചാരിച്ചാലും അവളെ സ്വന്തമാക്കിയിരിക്കും, അവൾ എന്റെയാണ്, വിക്രത്തിന്റെ ആണെന്നുള്ള ഒരു ഡയലോഗ് അതൊക്കെ ഉണ്ടല്ലോ, പഞ്ച് ഡയലോഗ് ആയിരുന്നു. പുള്ളിക്കാരനൊരു പേടിയുണ്ട് ശരിക്കും, ഇവളെ ഞാൻ ഇഷ്ടപ്പെടുവോ, അതായത് ഞാൻ വീണ് പോവോ എന്നുള്ളൊരു പേടി ഇപ്പോഴും ശരിക്ക്. അതിപ്പോ കുറച്ച് കൂടുതലാണ് ശരിക്കും ക്യാരക്ടർ, അതാ സീക്വൻസിലൊക്കെ മനസ്സിലാവും. അതെ, ചില ഫേഷ്യൽ എക്സ്പ്രഷനില് ആ മസിൽ പിടിക്കുക, ഒന്ന് ലൂസ് ആവും, പിന്നെ ആ ഒരു ഫേക്ക് അത് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ. അപ്പോഴാണ് എനിക്കും തോന്നിയോ ഇതിൽ എന്തോ പാവോ എന്തോ അച്ഛമ്മയൊക്കെ വരുന്ന സീക്വൻസ് ഉണ്ട്. ഞങ്ങള് തമ്മിൽ വഴക്ക്, ഭയങ്കര വഴക്ക്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ വേദ വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്യും, നിനക്കൊന്ന് പൊയ്ക്കൂടെ അത് ഇത്. എന്നിട്ട് ഇവളെ എന്റെ അടുത്ത് പറയും നിങ്ങക്ക് ആവശ്യത്തിന് ഉയരവില്ല, അതിനനുസരിച്ചിട്ടില്ല വിവരവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ പറഞ്ഞ് പോവും. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊക്കെ പോയിട്ട് റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചെറിയൊരു ചിരി അങ്ങ് ചിരിക്കും, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കും. പക്ഷെ ആളുകൾ കുറെ പേര് മെസ്സേജ് ശരിക്കും എന്തിനാ ചിരിച്ചത്, ശരിക്കും എന്തിനാ ചിരിച്ചത്, എന്തായാലും
അതുണ്ട്. അതെ. പിന്നെ ഇപ്പൊ ഒരു നമ്മള് പ്രൊമോയില് വന്നു അച്ഛമ്മേന്റെ ക്യാരക്ടർ, വിക്രത്തിന്റെ അച്ഛന്റെ അമ്മ വരുന്നുണ്ട്. സോ അച്ഛമ്മയായിട്ട് നമ്മളെ കൊറേ ഇങ്ങനെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കും. ഇന്ന് തൊട്ടിട്ട് എപ്പിസോഡുകളൊക്കെ അതൊക്കെ വരുന്നതാണ് അറിയും. പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ അച്ഛമ്മയായിട്ട് കുറച്ച് ഇങ്ങനെ അത് വേറൊരു ഭയങ്കര രസമുള്ള ആണോ? ആരാത് പ്ലേ ചെയ്യണേ? അത് രാധിക, കലാമണ്ഡലം രാധിക എന്ന് പറഞ്ഞ മാം സിനിമയിലൊക്കെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു, ഡാൻസർ ആണ്. സോ പക്ഷേ സീരിയലില് ആദ്യമായിട്ടാണ്, അപ്പൊ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. ഈ പവിത്രം സീരിയലിൽ ഞാൻ ആദ്യം ചോദിച്ചു, പക്ഷെ അതിന്റെ ഒരു ആൻസർ എനിക്ക് കിട്ടിയില്ലായിരുന്നു. ആദ്യമേ സുരഭിനെ അല്ലായിരുന്നല്ലോ അവർ എത്തിയത്, വേറൊരാളെ വെച്ചിട്ടായിരുന്നു സീരിയലിലേക്ക് വിചാരിച്ച് അവർ തുടങ്ങിയത്. പിന്നീടാണ് വേദ ചെയ്യാനായിട്ട് സുരഭിനയിലേക്ക് അവർ എത്തിപ്പെടുന്നത്. ദൈവ നിയോഗം പോലെ ഇപ്പം നമ്മൾ പറഞ്ഞു പോയി ഈ ഫാക്ടേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ റിയൽ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടീനെ അവർ പിന്നീട് കണ്ടുപിടിച്ചു. ആ കുട്ടീനെ അവർ അതിലേക്ക് എടുത്തു. അതെന്തായിരുന്നു അവിടെ വേറൊരാളെ വെച്ചതും? ആക്ച്വലി അതിനെ പറ്റി ഞാൻ അങ്ങനെ എൻക്വയറി ചെയ്തിട്ടില്ല. അപ്പോ അവര് പറഞ്ഞതെന്ന് വെച്ചാല് അവർക്ക് ഈ നമ്മളെ പൈലറ്റ് ഷൂട്ട് ചെയ്ത് ചാനലിന് കാണിച്ചപ്പോ ചാനലിന് ആ ക്യാരക്ടറിന് ആപ്റ്റായിട്ട് തോന്നിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അധികം എപ്പിസോഡ്സ് ഒന്നും എടുത്തില്ല, പൈലറ്റ് മാത്രമേ എടുത്തിരുന്നുള്ളൂ. മോക്ക് ഷൂട്ട് പോലെ ഒരു സിംഗിൾ എപ്പിസോഡ്. അപ്പൊ അത് ശ്രീകാന്ത് ആണോ ചെയ്തേ? അല്ല, വേറെ പേര് വെച്ചിട്ട്. അപ്പം അവർക്കത് ആപ്റ്റായിട്ട് തോന്നിയില്ല ക്യാരക്ടേഴ്സിന്. പിന്നെ അവര് റീഷൂട്ട് ചെയ്തത് നമ്മളുടെ കൂടെ. ഓക്കെ. ഇനി സുരഭി നേരത്തെ വേറെ സിനിമകളിലൊക്കെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ നിന്നൊക്കെ സുരഭിനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടിലും പെട്ടെന്ന് സുരഭിനെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുകയും എല്ലാവരും അതെപ്പോഴും അതെ സീരിയലിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണല്ലോ. വീടുകളിൽ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് സ്വന്തം വീട്ടിലെ നമ്മൾ റിലേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ടും കൂടി ആണോ എന്ന് എനിക്കറിയില്ല, സിനിമയിലെ കിട്ടിയതിനെക്കാട്ടിലും ഇഷ്ടം കൂടുതലും സീരിയൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സുരഭിയോടുള്ള ഇഷ്ടം അല്ലാണ്ട് കൂടി അല്ലെ? സുരഭിക്കും അങ്ങനെ തോന്നുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. ഫിലിംസില് ഞാൻ മാർപ്പാപ്പയൊക്കെ ചെയ്തപ്പോ എല്ലാവർക്കും ആ ക്യാരക്ടറിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ഫിലിംസിന്റെ പ്രശ്നം ഇതാണ്, നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ, നമ്മൾ കണ്ടിന്യൂസ്ലി ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കും ഓഡിയൻസ്. നമ്മളിങ്ങനെ ഇൻ ആൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അവര് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ മാസ്ക് ഇട്ടാലും ആൾക്കാരെ എന്നെ തിരിച്ചറിയും. ഞാൻ മാസ്ക് ഇട്ടിട്ട് എയർപോർട്ടിൽ നിന്നിട്ട് വേദയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇത്രയും ഭാഗം കണ്ടിട്ട്. പക്ഷെ ഞാൻ ഫിലിംസ് ചെയ്യുന്ന സമയത്ത് എന്നെ കണ്ടിട്ട് അവർക്ക് ഇങ്ങനെ ഒരു 5-10 മിനിറ്റ് എടുക്കും. എവിടെയോ കണ്ട് പിന്നെ നമ്മളടുത്ത് ചോദിക്കും, ചേച്ചി സിനിമ ചെയ്തേലേ? പിന്നെ നമ്മൾ സിനിമ പറയുമ്പോ ആ ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ എല്ലാ ദിവസവും കാണുന്ന ഫേസ് ആയതുകൊണ്ട് ഇത്ര ഭാഗം കണ്ടാലും ആൾക്കാർക്ക് മനസ്സിലാവും. ആൻഡ് ആ സ്നേഹവും ഡിഫറെന്റ് ആണ്, വേറെയാണ്. ശ്രീകാന്ത്, തിയേറ്റർ ആക്ടേഴ്സിന് ഇന്നിപ്പോ ഭയങ്കര ഡിമാൻഡാണ്. മലയാളത്തിലും ബാക്കി അന്യഭാഷയിലും ബോളിവുഡിലും എല്ലാം ഭയങ്കര വെൽക്കമിങ് ആണ് തിയേറ്റർ ആർട്ടിസ്റ്റുകൾക്ക്. ആ തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ശ്രീകാന്ത് ഇന്നിപ്പം സീരിയലിലേക്ക് എത്തിപ്പെട്ടു. ശ്രീകാന്തിന്റെ ഫസ്റ്റ് സീരിയൽ തന്നെയാണ് അല്ലേ? ഫസ്റ്റ് അല്ല, വേറൊരു സീരിയലും ഇത്രയ്ക്കും റീച്ച് ഫസ്റ്റ് ഒരു സീരിയലാണ്. അപ്പൊ ഇത്രയും റീച്ച് ഈ സീരിയലിലൂടെ തന്നു ആൾക്കാരുടെ ഇഷ്ടമൊക്കെ നിൽക്കുന്ന സമയത്ത് എല്ലാവരുടെയും ആഗ്രഹം സിനിമയും കൂടിയാണ്. അപ്പൊ സിനിമ എന്നുള്ളൊരു ഗേറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോവോ? അല്ല, നമ്മളൊരു ഇതിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ, അതെന്തായാലും നമ്മള് തീർത്തിട്ടേ പോവുള്ളൂ. ആ കമ്മിറ്റ്മെന്റ് എന്തായാലും ഉണ്ടാവും. സിനിമ എന്തായാലും സിനിമ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. അപ്പൊ സിനിമ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ശരിക്കും ഞാനൊരു പ്രൊജക്ടിന്റെ ഓഡീഷൻ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ എന്നെ കാസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ എല്ലാം ഫൈനലായിട്ട്, ഒരു മെയിൻ പ്രൊജക്ടിന്റെ എല്ലാം ഫൈനലായിട്ട് അവസാന സമയത്ത് വിളിച്ചിട്ട് അയ്യോ ആ കാസ്റ്റിംഗ് ഒന്നും മാറിയിട്ടുണ്ട്, അങ്ങനെ തകർന്നിരിക്കുന്ന സമയത്താണ് ശരിക്കും ഇതിന്റെ ഓഡീഷൻ വരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ചെയ്യാം, അങ്ങനെയാണ് ഇതിലോട്ട് വരുന്നത്. എന്തായാലും നന്നായി തന്നെ തോന്നുന്നു. അതെ, കാരണം പവിത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സീരിയലാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എന്താ പറയാ, വിക്രത്തിലൂടെയും വേദയിലൂടെയും നമ്മുടെ പ്രേക്ഷകരുടെ ഒക്കെ ഇടയിൽ നല്ലൊരു ഇഷ്ടം നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ആക്ടിങ്ങിനെ കുറിച്ച് ഇപ്പൊ എല്ലാവരുടെയും, ഞങ്ങളുടെ മാത്രമല്ല കേട്ടോ, എല്ലാം ഓൾ ടീം ആക്ടേഴ്സ് ഭയങ്കര നന്നായിട്ടുണ്ട്, നന്നായി കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ മേക്കേഴ്സിന്റെയും കൂടി ഗുണമാണ്. കാരണം നമ്മൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും. ചില സാധനങ്ങൾ ഓവർ ഡു ചെയ്യണ്ട, ഇത്രയും വളരെ മിനിമലായിട്ട് ചെയ്താൽ മതി എന്ന് ഇപ്പോഴും പറയും. ഡയറക്ടർ പ്രത്യേകിച്ച് സുല്ലേട്ടൻ അങ്ങനെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. പുള്ളിക്ക് അറിയാം കറക്റ്റ്. പുള്ളി പറയാം അല്ല അതങ്ങനെയല്ലടാ, മറ്റേ കുറച്ചുകൂടി ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പഴും നമ്മളെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. ചില സീൻസ് നമ്മള് ഷൂട്ട് ചെയ്യുമ്പോ നമ്മൾ കയ്യിൽ നിന്നിടുമല്ലോ, അപ്പോൾ അതിട്ട്
പിന്നെ എന്തെങ്കിലും ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് കൊണ്ട് അത് റീടേക്ക് ചെയ്യുമ്പോൾ ആ രണ്ടാമത്തെ സീനിൽ ആർട്ടിഫിഷ്യാലിറ്റി വരും. നമ്മൾ അറിയാതെ ചെയ്ത സംഭവം അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യാലിറ്റി തോന്നും. അങ്ങനെ ടെക്നിക്കൽ ഇഷ്യൂസ് ആയിട്ട് കൂടെ അത് ഓക്കെ ടേക്ക് ആക്കിയിട്ടുണ്ട്. ബിക്കോസ് അതിന്റെ നാച്ചുറാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ. നിങ്ങൾ അറിയാതെ ചെയ്തോണ്ട് ഇത്രയും നന്നായത് എന്ന് പറയുമ്പോൾ അപ്പൊ അങ്ങനെയാണ് നമ്മളെ ഡയറക്ടറിന് അതാണ് ആവശ്യം. ശ്രീകാന്ത് അടിപൊളിയായിരുന്നു. ശ്രീകാന്ത് പാടൂ. അപ്പൊ ഓക്കെ, കണി കാണുന്ന നേരം പാടാം. കണി കാണുന്നേരം വിഷുവായിട്ടൊരു കണി കാണുന്നേരം തന്നെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞൾ തൊഴിൽ ചാത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ.